മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ജോയ്സി റിൻഡോ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ ഫൊറോന ചർച്ചിൽ നിന്നും വരുന്നു. 2023 മാർച്ച് 26 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആരോഗ്യ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നൊരു സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. യൂട്യൂബിലൂടെ ഒരു സാക്ഷ്യം കണ്ടതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ 16 വർഷമായിട്ട് പൊടി അലർജിയും മറ്റ് ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് തുമ്മലും ജലദോഷവും മൂക്കടപ്പും അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 1 മാസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്ക് രാവിലെ ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും മാറിക്കിട്ടി. അതുപോലെ തന്നെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളും എനിക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് മോൻ്റെ ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് ഈ അസുഖങ്ങളെല്ലാം കണ്ടു തുടങ്ങുന്നത്. ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, സ്ഥിരമായി ഗ്യാസിൻ്റെ മരുന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ചതിന് ഫലമായി എനിക്ക് ഈ അസുഖത്തിൽ നിന്നും പരിപൂർണ സൗഖ്യം കിട്ടിയിരിക്കുന്നു. മാതാവിന് 1000 നന്ദി പറയുന്നു. മുമ്പ് ഞാൻ മരുന്ന് കഴിച്ചിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മരുന്ന് ഞാൻ പൂർണ്ണമായിട്ട് നിർത്തി. അതുപോലെ തന്നെ മറ്റൊരു നിയോഗമായിരുന്നു ഞങ്ങളുടെ ബിസിനസ്. ഹസ്ബൻഡ് ബിസിനസ്സിൽ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമായിരുന്നു. ബിസിനസ് മുമ്പത്തേതുപോലെ നടന്നിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടായി. മുമ്പൊക്കെ ക്യാഷ് ബാലൻസ് ഞങ്ങൾക്ക് വന്നിരുന്നില്ല. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം വീട്ടിലെ ചിലവുകളും ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ക്യാഷ് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കുന്നു. മാതാവിന് 1000 നന്ദി പറയുന്നു. മറ്റൊരു നിയോഗമായിരുന്നു കുട്ടികളുടെ രോഗാവസ്ഥ. കുട്ടികൾ വളരെയധികം രോഗത്താൽ ബുദ്ധിമുട്ടിയിരുന്നു. സൈനസൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ടോൺസിലൈറ്റിസ്, ഇതൊക്കെ കുട്ടികളെ വളരെയധികം അലട്ടിയിരുന്നു. ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 5 വർഷമായിട്ട് കുട്ടികൾ സ്ഥിരം മരുന്ന് ഉപയോഗിച്ചിരുന്നു. ഓരോ ഇൻഫെക്ഷനും ഇടവിട്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം, അതുമൂലം ഉണ്ടാകുന്ന അലർജികൾ. ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേനും എല്ലാ ദിവസവും ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് കുട്ടികളുടെ രോഗാവസ്ഥ വളരെയധികം കുറഞ്ഞിരിക്കുന്നു. മുമ്പൊക്കെ ഒരാഴ്ച സ്കൂളിൽ പോയാൽ പിന്നത്തെ ആഴ്ച ലീവ് എടുത്തിരുന്ന കുട്ടികൾ ഈ വർഷം ഉടമ്പടി എടുത്തതിന് ശേഷം 2 മാസം തുടർച്ചയായി ഒരവധി പോലും എടുക്കാതെ സ്കൂളിൽ പോകാൻ സാധിച്ചു. പിന്നെ മറ്റൊരു നിയോഗമായിരുന്നു ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു മുറി എടുക്കുക എന്നത്. 1 വർഷമായി ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളായിരുന്നു. പണിക്കാരെ കിട്ടുന്നത്, അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ. ഉടമ്പടിയിൽ ഞാൻ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും റൂമിൻ്റെ എല്ലാ പണികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും സാമ്പത്തികമായും എല്ലാം മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു. ഒരാഴ്ചയ്ക്കകം ഞങ്ങളുടെ റൂം പണി തുടങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. മാതാവിന് 1000 നന്ദി പറയുന്നു. ഉടമ്പടിയിൽ വയ്ക്കാത്ത മറ്റൊരു അനുഗ്രഹമാണ് ഹസ്ബൻഡിന് 5-6 വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ബാക്ക് പെയിന്. ഇപ്പോൾ ഒരു ദിവസം ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാനും ഹസ്ബൻഡിന് ഉപ്പ് കൊടുത്തു. അങ്ങനെ ഉപ്പ് കഴിച്ചൊരു 2 മണിക്കൂറിന് ശേഷം ബാക്കിൽ നിന്നും എന്തോ ഒരു ഭാരം നീങ്ങിപ്പോകുന്നതായിട്ട് പറയുകയും പിന്നെ അതിന് ശേഷം ബാക്ക് പെയിൻ പൂർണ്ണമായിട്ട് മാറിയതായി സാക്ഷ്യപ്പെടുത്തി. വാഹനം ഓടിക്കാനും ഭാരമെടുക്കാനും എല്ലാം അനായാസം സാധിക്കുന്നു. അതുപോലെ എൻ്റെ മോന് 5 വർഷമായിട്ട് ചോറുണ്ണുകയിലായിരുന്നു. അവൻ പലഹാരങ്ങളും ബിരിയാണി റൈസ് മാത്രം കഴിച്ചിരുന്ന മോന് മാതാവിൻ്റെ ഉപ്പിട്ട് ചോറ് കൊടുത്തു തുടങ്ങിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അവൻ ചോറുണ്ട് തുടങ്ങി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കതൊരു വലിയൊരു അത്ഭുതമാണ്. മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ മോനൊരു 3 വർഷമായിട്ട് മൂക്കടപ്പ് മൂലം കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് അവന് പല്ലുകടി ഉണ്ടായിരുന്നു. രാവിലെയും പകലുറങ്ങിയാലും അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങിയാലും അവന് പല്ല് കടിക്കും. നമ്മൾ കൂടെ കിടക്കുന്നവർക്ക് അത് ഡിസ്റ്റർബൻസ്, മോനും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് പ്രത്യേകമായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ്റെ പല്ലുകടി മാറിക്കിട്ടി. പല്ല് ഈ കടിക്കുന്നതിൻ്റെ ഫലമായിട്ട് മോൻ്റെ പല്ല് മുമ്പ് വശം മുഴുവനും ദ്രവിച്ചു പോയിരുന്നു. ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്
കുട്ടികളിൽ ഉണ്ടാകുന്നതാണ്, നമുക്കത് മാറ്റാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ. പക്ഷെ ഞങ്ങളത് പ്രാർത്ഥിച്ചു, മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി കാര്യങ്ങളിലൊക്കെ ഞാൻ കൃത്യമായി ചെയ്തിരുന്നു. രാവിലെ എഴുന്നേറ്റുള്ള പ്രാർത്ഥന കുറച്ച് ദിവസങ്ങളിലൊക്കെ വൈകിട്ടുണ്ടെങ്കിലും എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥിക്കുകയും സന്ധ്യാപ്രാർത്ഥന ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു തൈലം എല്ലാവർക്കും തേച്ച് കൊടുക്കും. പിന്നെ ബൈബിൾ വായനയിൽ ഞാൻ പഴയ നിയമം ഫുള്ള് വായിച്ചു തീർത്തു, പുതിയ നിയമം വായിച്ചുകൊണ്ടിരിക്കുന്നു. ബൈബിൾ വായനയിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉടമ്പടിയുടെയും ഉടമ്പടി കാര്യങ്ങളെക്കുറിച്ചുമാണ്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും എനിക്ക് നന്നായി ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓരോ തവണയും പത്രം കൊടുക്കുമ്പോഴും ഞാൻ മരിയൻ ഉടമ്പടിയെക്കുറിച്ചും മരിയൻ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഓരോ തവണയും പത്രം കൊടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കോപ്പി ഞാൻ പത്രത്തോടൊപ്പം എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കൊക്കെ കൊടുത്തു. അവർക്കും ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തി, ഞങ്ങളുടെ അടുത്തുള്ള 1-2 ഓൾഡ് ഏജ് ഹോമുകളിൽ പോകാനും സന്ദർശിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ സാധിച്ചു. അവരോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. അങ്ങനെ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു.